ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ലൈഫ് കർവ് അല്ലെങ്കിൽ ബാത്ത് ടബ് കർവ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അതിന് ഓരോ സ്റ്റേജിലും എന്താണ് ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ അതിനൊരു ഫെയിലിയർ റേറ്റ് ആണല്ലോ. ഫെയിലിയർ റേറ്റ് നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ അത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം അത് ഫെയിൽ ആവുന്നുണ്ട്, എത്ര പ്രോഡക്റ്റ്സ് ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഒരു ഫെയിലിയർ റേറ്റ് ആണ്. ഈ ഫെയിലിയർ റേറ്റ് റിലയബിലിറ്റി ആയിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് ആണ്, അതും പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഫെയിലിയർ റേറ്റ് യൂണിഫോം ആയിരിക്കില്ല ത്രൂ ഔട്ട് ഈ ലൈഫ് ഓഫ് ദി കോമ്പണൻറ്റ്. യൂണിഫോം ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോമ്പണൻറ്റ് ഉണ്ടാക്കി, ഞാനൊരു ഇൻഡസ്ട്രിയിൽ ഒരു 1000 കോമ്പണൻറ്റ് ഉണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ അതിൻ്റെ ബേണിങ് പീരീഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ ഫെയിലിയർ റേറ്റ് കൂടുതലായിരിക്കും. കാരണം ഞാൻ ഉണ്ടാക്കിയ ഡിഫക്റ്റീവ് പ്രോഡക്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് നശിച്ചു പോകും. പക്ഷേ ബാക്കിയുള്ളത് പിടിച്ച് നിൽക്കും. അതാണ് ഈ ബേണിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സമയം ഇതിൻ്റെ റിലയബിലിറ്റി വളരെ കുറവായിരിക്കും, അതായത് ഫെയിലിയർ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്, ഫെയിലിയർ റേറ്റ് കൂടി നിൽക്കുന്നത്. അതിന് സമയം കഴിയുന്നതോറും ഇങ്ങനെ ചീത്തയാവാനുള്ളതൊക്കെ ചീത്തയായി പോയി അവസാനം എൻ്റെ ഫെയിലിയർ റേറ്റ് കുറഞ്ഞ് താഴെത്തി ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ യൂസ്ഫുൾ ലൈഫ് തുടങ്ങുന്നത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പോയി കഴിഞ്ഞു, ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ലൈഫായിരിക്കും. ആ സമയത്ത് എൻ്റെ ഈ ഫെയിലിയർ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സമയത്ത് ഫെയിലാവുന്ന എപ്പോഴും ഡ്യൂ ടു ഹ്യൂമൻ എറർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റാൻഡം എററൊക്കെ കാരണമായിരിക്കും ഇത് ഫെയിലാവുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു റാൻഡം എററൊക്കെ കാരണമായിരിക്കും ഇത് ഫെയിലാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പീരീഡ് എത്തും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ പറയും കുറേ നാൾ കഴിഞ്ഞ് ഇത് വെയർ ഔട്ട് ആവും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാംഡ, അതായത് ഫെയിലിയർ റേറ്റ് പിന്നെയും കൂടും, ഇങ്ങനെ വെയർ ഔട്ട് ആവുന്ന കാരണം. അപ്പോൾ അവിടെ സമയം കൂടുന്തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇങ്ങനെ മുകളിലോട്ട് നമ്മുടെ ഫെയിലിയർ റേറ്റ് കൂടുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന യൂസ്ഫുൾ ലൈഫിലാണ്. ഒരു പ്രോഡക്റ്റ് വെയർ ഔട്ട് ആവുന്നതിന് മുമ്പ്, അതേസമയം ചീത്തയാവാനുള്ളതെല്ലാം ചീത്തയായി പോയിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആ സമയത്താണ്. അപ്പോൾ നമുക്കറിയാം ഡ്യൂറിങ് യൂസ്ഫുൾ ലൈഫ് ലാംഡ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സമയത്തുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മളെപ്പോഴും ഇതാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. ആ ഒരു ടൈപ്പ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് എടുക്കുന്നത്. അവിടെ അതിൻ്റെ ഫോർമുല ലാംഡ e⁻⁻ ലാംഡ നമുക്കറിയാം ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിവൺ ടൈമാണ്, ഏത് സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ടി ആ പ്രോഡക്റ്റ് ഫെയിലാവാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ ലാംഡ e⁻⁻ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ടി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് സമയം, അല്ലെങ്കിൽ 5 വർഷമാണെങ്കിൽ 5 വർഷത്തെ സമയം, 5 വർഷം ആ ഇൻസ്റ്റൻറ്റിൽ ഫെയിലാവാനുള്ളതാണ് ലാംഡ e⁻⁻ ആണ് ആ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, റിലയബിലിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം റിലയബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇത് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എടുക്കും, അതായത് ക്യാപിറ്റൽ F(t). അതായത് നമുക്ക് ഇതെന്താണ് ഈ 5 വർഷം ആ ഇൻസ്റ്റൻറ്റിൽ ഫെയിൽ ആവാനുള്ളത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, ആദ്യത്തെ 5 വർഷം, അതായത് ഇൻസ്റ്റൻറ്റ് t = 0 എന്ന് പറഞ്ഞാൽ ഈ 0 അല്ല, ഈ 0 ഇത് തൊട്ട് 5 വർഷം വരെ ഫെയിലാവാൻ ഉള്ള പ്രോബിലിറ്റി, മൊത്തം പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. ആ ഇൻസ്റ്റൻറ്റ് മാത്രമല്ല, ആ യൂസ്ഫുൾ ലൈഫ് തുടങ്ങുന്നത് തൊട്ട് നമ്മൾ ഏത് ഇൻസ്റ്റൻ്റ് ആണോ അത് വരെയുള്ളത് ഫെയിലാവാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to t ഞാൻ നേരത്തെ പറഞ്ഞാൽ 5 വർഷമാണെങ്കിൽ 5 വർഷം, അതായത് 5 വർഷത്തെ റിലയബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ 5 വർഷം. അപ്പോൾ 0 തൊട്ട് 5 വർഷം വരെയുള്ള പീരീഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും, ലാംഡ e⁻⁻ dt ചെയ്യും. ഇത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലാംഡ കോൺസ്റ്റൻ്റ് ആണ്, e⁻⁻ വരും, ഇവിടെ ഡിവൈഡഡ് ബൈ ലാംഡ വരും. ലിമിറ്റ്സ് ഇടുമ്പോൾ 0 വരും, മുകളിൽ t വരും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -e⁻⁻ +1 എന്ന് കിട്ടും. അതായത് 1 - e⁻⁻ കിട്ടും. അതായത് നമ്മുടെ ടൈം = 0 തൊട്ട് 5 വർഷത്തെ റിലയബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്, 5 വർഷം വരെ ഇത് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി. ഈ ഒരു പീരീഡിൽ ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് 1 - e⁻⁻ വരുന്നത്. അപ്പോൾ നമുക്ക് ഫെയിൽ ആവാതിരിക്കണമല്ലോ, അതാണല്ലോ റിലയബിലിറ്റി. അപ്പോൾ അതെന്തായിരിക്കും, നമ്മുടെ റിലയബിലിറ്റി വരുമ്പോൾ ഫെയിൽ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 - ഈ സാധനമായിരിക്കും, 1 - e⁻⁻ ആയിരിക്കും. അതായത് നമുക്ക് e⁻⁻ തന്നെ കിട്ടും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ മിക്കവാറും എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂസ്ഫുൾ ലൈഫ് ആയതുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ e⁻⁻ ആയിരിക്കും. ലാംഡ ഫെയിലിയർ റേറ്റ്, ടി ഗിവൺ ടൈം, റിലയബിലിറ്റി e⁻⁻ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് ഫെയിലിയർ റേറ്റ് ആവുന്ന സമയത്ത്